Good morning to all. Good morning. Yeah. Okay, good morning everyone. So have you had your breakfast? Yes, sure. Yes, ma'am. Yes. Okay, yeah, very good. അപ്പൊ ആക്റ്റീവ് ആണ് എല്ലാവരും? റെഡി ആണോ? റെഡിയാണ്. ഓക്കെ, യാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? Then how are you all? ചോദിച്ചില്ല. എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? ഇല്ല, അല്ല, സുഖമൊന്നുമല്ല, ആണോ? അതെ മാം, സുഖമാണ്. ഓക്കെ, ഇപ്പൊ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ചോദിച്ചോ? ഇന്നലെ ഞാൻ ക്ലാസ്സിലായിരുന്നു. ഇന്നലെ സെക്കൻഡ് ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്ക് വാഹിദമ്മ ചോദിച്ചു, ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ എല്ലാരും പോയെന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ എല്ലാവരും പോകും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. റെഡി ആണല്ലോ? കുറച്ചധികം സമയം നിങ്ങൾ സഹിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഇന്ന് മാം മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. രക്ഷപ്പെടാനാണോ? പോവാനാണോ? ഏയ്, പോകത്തൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, നമ്മുടെ ടെൻസ് എല്ലാരും ടെൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ഒരു ടെൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ട്രാൻസ്ലേഷനൊക്കെ എത്തി, ക്വസ്റ്റ്യൻസ് പറഞ്ഞു അല്ലെ? ഓക്കെ, ക്ലിയർ ആണോ? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നന്നായിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എന്താണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? Just wait a second. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ലേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? കണ്ടിന്യൂ ചെയ്യാം നമുക്കത്. ഓക്കെ, യെസ്. ഓക്കെ, എവിടെ വരെയാ പറഞ്ഞത് നമ്മള്? പൂച്ച കസേരയിൽ കിടന്ന് ഉറങ്ങി അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. പൂച്ച കസേരയിൽ കിടന്ന് ഉറങ്ങി, അത് പറഞ്ഞു അല്ലെ? എന്തായിരുന്നു? cat slept on the chair. നെക്സ്റ്റ്, അവൻ അവന്റെ കൂട്ടുകാരന് ഒരു കത്ത് എഴുതി. പറയൂ, ടെക്സ്റ്റ് ചെയ്യൂടെ എല്ലാവരും. അവൻ അവന്റെ കൂട്ടുകാരന് കത്ത് എഴുതി. അവൻ അവന്റെ കൂട്ടുകാരന് കത്തെഴുതി. കത്തെഴുതി. He wrote a letter for his friend. For a letter to his. എല്ലാവരും പറയാതെ ഞാൻ ഇനി ആൻസർ പറയുന്നത്. നിങ്ങൾ ആദ്യം വായിച്ചു നോക്കാം, സെന്റൻസ് വായിച്ചു നോക്കാം. അത് ഏത് ടെൻസ് ആണ് നോക്കിയത് നിങ്ങൾ. മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ എന്താണത്?
ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? അവൻ അവന്റെ കൂട്ടുകാരൊരു കത്ത് എഴുതിയെന്നാ പറയുന്നത്. എന്തേലും എഴുതി എന്ന് പറയുമ്പോ റോട്ടാ. യെസ്, റോട്ട്. പാസ്റ്റ് യെസ്, പാസ്റ്റ്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, എല്ലാവരും. അപ്പോ പാസ്റ്റ് വരും അല്ലെ, റോട്ടാണ് സബ്ജക്ട്, അവനാണ്. സോ ഹി ആണ് വരാ. ഹി റോട്ട്, അവൻ എന്ത് എഴുതി? ഒരു ലെറ്റർ എഴുതി. ഹി റോട്ട് എ ലെറ്റർ. ആർക്കാണ് എഴുതിയത്? അവന്റെ ഫ്രണ്ടിനാണ്. ഫ്രണ്ടിന് വേണ്ടി എന്നാണെങ്കിലും നമ്മളുടെ ഫ്രണ്ടിനാണ് എഴുതിയത്. അപ്പൊ ആർക്കാണോ അവർക്ക് എന്ന് പറയുമ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഏതായിരിക്കണം? ടു ആയിരിക്കണം കേട്ടോ. ടു. He wrote a letter to his friend. For his friend എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഫ്രണ്ടിന് വേണ്ടി ഒരു ലെറ്റർ എഴുതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫോർ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, മിസ്റ്റേക്സ് ഒന്നുമില്ല. ഓക്കെ, then അടുത്ത നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. അവൻ, ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. ഞങ്ങൾ കടയിലേക്ക് പോകുകയായിരുന്നു. ടെൻസ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ സബ്ജക്ട് നോക്കാം. സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഏത് ഓക്സിലറീസ് ആണ്, ഏത് ഓക്സിലറി ആണ് ഇവിടെ ആഡ് ചെയ്തത് നോക്കാം. ടെൻസ് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. Yeah, we were going to shop. We were going to shop or going to shop. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പോകുകയായിരുന്നു എന്നാ പറയുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ഇവിടെ സിംഗുലർ പ്ലൂറൽ സബ്ജക്ട് ആയതുകൊണ്ടാണ് നമ്മൾ എന്താണ് വേറെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, we were going to shop. Clear? Then next, ഞാൻ സിനിമ കാണുകയായിരുന്നു. ഞാൻ സിനിമ കാണുകയായിരുന്നു. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യാലോ. ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് വെക്കുവോ? നിങ്ങൾക്ക് അറിയാം, കാണാലോ. നെക്സ്റ്റ് ഏത് സെന്റൻസ് ആണ് കാണാലോ. അതുകൊണ്ട് ഒരെണ്ണം പറയുമ്പോൾ തന്നെ നെക്സ്റ്റ് അടുത്ത സെന്റൻസ് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ സിനിമ കാണുകയായിരുന്നു. ആൽവിൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ആൽവിൻ ആൻഡ് ഷിത ഒന്നുകൂടെ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അത്? ഞാൻ സിനിമ കാണുകയായിരുന്നു എന്നാ പറയുന്നത്. കാണുകയാണ് എന്നല്ല, ആയിരുന്നു എന്നാണ്. എന്ത് വരും? ആലോചിച്ച് നോക്കൂ. കറക്റ്റ് ആൻസർ ചെയ്തു. കറക്റ്റ് ആൻസർ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ആൽവിൻ ആൻഡ് ഷിത. ഷിത അല്ലേ പേര്? ഷിത എന്നാ. Yeah, I was watching the movie. I was ആണ്. So past continuous tense. Then the subject is singular. So we used the singular auxiliaries was. Okay. So I was watching the movie in the. Clear? Then ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. മിസ് അതിന്റെ ഇടയ്ക്ക് വേറൊരു സെന്റൻസ് ഇല്ലേ? വിട്ടുപോയി. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. She was speaking on the phone or she was talking on the phone. Yeah, we can use any. She was speaking on the phone. She was speaking to the phone. നമ്മള് ഓക്കെ കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നത്. ടെൻസ് വൈസ് ഇറ്റ്സ് കറക്റ്റ്. ദെൻ നമ്മൾ മീഡിയാസ് പറയുമ്പോൾ എങ്ങനെയാണ് ഏത് പ്രപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാ? മീഡിയ, ഫോൺ എന്ന് പറയുന്ന ഒരു ലൈക്ക് കൈൻഡ് ഓഫ് മീഡിയ അല്ലെ? സോ അപ്പോ ഏത് പ്രപ്പോസിഷൻ ആണ്? പറയൂ. പറയൂ, ഏതാണ് പ്രപ്പോസിഷൻ? To or on, which is the correct preposition we used on media when we say medias. പറയൂ. എന്താണ് ആർക്കും ഉറപ്പില്ലാത്തെ? On the same. On ആണ് കേട്ടോ, on ആണേ. ഓക്കെ, ടു അല്ല. ഇവിടെ കുറച്ച് പേര് ടു പറഞ്ഞു, അതുകൊണ്ടാണ് ചോദിച്ചത്. She was speaking to phone. Anjana, yeah, she was talking on phone. Talking, speaking, എന്ത് വേണമെങ്കിലും പറയാം. Okay, then next. So she was speaking on the phone. Next, ഞങ്ങൾ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നല്ലേ? ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു.
പറയൂ, ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. എന്ത് പറ്റി? മനസ്സിലാവുന്നില്ലേ? ടെൻസ് ഏതാണ്? ആ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് പാസ്റ്റ് ആണെന്ന് അറിയാം. അല്ലേ? പാസ്റ്റ് അല്ലേ? പാസ്റ്റ് ഏത് ആക്ഷൻ ആയിരിക്കും ഇപ്പൊ അത് എന്ന് പറയൂ. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. We had അഞ്ജു ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നല്ലോ. We had cleaned the home. പെർഫെക്റ്റ് ആണ്. കുറച്ച് പേര് മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂല്ലോ, അതുകൊണ്ടാ ചോദിക്കുന്നേ. ബാക്കി ആരും എന്താണെന്ന് മിണ്ടാത്ത ക്ലാസ് അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ ആരും ടെക്സ്റ്റ് ചെയ്യുന്നില്ല. എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കറക്റ്റ് ആണ്. We had to clean the room in the house. വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയതുകൊണ്ടും പാസ്റ്റ് ആയതുകൊണ്ടും നമ്മളിവിടെ ഹാഡ് ആണ് യൂസ് ചെയ്യാം. ഹാഡിന് ശേഷം വരുന്നത് V3 ഫോം ആണ്. ഞങ്ങൾ വി ആണ് വരാ. We had cleaned the room. ഓക്കെ, ബാക്കി അഞ്ജു, ലക്ഷ്മി, ഫാത്തിമ, അഞ്ജന, ആൽബിൻ, ഇത്രയും പേര് മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. അശ്വിനി, ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. ബാക്കി കുറച്ചൊരു ക്ലാസ്സിലുണ്ട്. ആരൊക്കെയാണ്? ഞാൻ വിളിക്കണം ഓരോരുത്തരെ. ശില്പ, ഷേർലി, ഇനിയിപ്പോ എല്ലാരും പോകും. ശില്പ, ഷേർലി, ശരണ്യ, സാദിയ, ദൃശ്യ, അയന, അമൃത, അച്ചുമ്മൽ ആണോ? ഓക്കെ, മനസ്സിലായോ? ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട് ടെക്സ്റ്റ് ചെയ്യാത്തവര്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നിട്ടാണോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എനിക്ക് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലാസ്സിൽ എടുത്ത പോർഷൻസ് മനസ്സിലായവരാണ് ഈ ടെക്സ്റ്റ് ചെയ്യുന്നത്. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അല്ലാതെ ഞാൻ മിണ്ടാതിരുന്നാൽ എനിക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, പറഞ്ഞാൽ മാത്രമേ അതിന് നമുക്ക് സൊല്യൂഷൻ കാണാൻ പറ്റൂ. യെസ്, അപ്പോ ടെക്സ്റ്റ് ചെയ്തവർക്ക് കറക്റ്റ് ആണ് കേട്ടോ. We had to clean the house ആണ് or a home. ഓക്കെ, ക്ലിയർ. Then next up, ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനകം സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Yeah.
already the film had started, or already the film had started already പറയാം, the film had already started എന്ന് പറയാം, എന്തുള്ള പറയാം, മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടോ, ക്ലിയർ ആണ്. ഓക്കെ, the next, ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ജന, അവിടെ അഞ്ജന, അഞ്ജന സുമി, ടെൻസ് ഒക്കെ ഓക്കെ ആണല്ലോ? കുഴപ്പമില്ല. കുഴപ്പമില്ല, ഓക്കെ. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ ക്വിക്ലി. It's a present, sorry, past perfect continuous tense. Okay, continuous process ആണ്. അത് 2 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മള് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് വരാം. ഓക്കെ, നമുക്കറിയാം ഓൾറെഡി നമുക്ക് ബീൻ ആൻഡ് ing ഫോം ആണ്. ഓക്കെ, അപ്പോ I had been studying English for 2 hours and I had been studying English for 2 hours. Okay, yeah, clear. Then ഞങ്ങൾ 1/2 മണിക്കൂറായിട്ട് ബസ് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 1/2 മണിക്കൂറായിട്ട് ബസ് കാത്തു നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനൊന്നും മലയാളം നമ്മൾ പറയാൻ ചാൻസ് ഇല്ല കേട്ടോ. ഒരു ടെൻസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഞങ്ങൾ 1/2 മണിക്കൂറായിട്ട് ബസ് കാത്ത് നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. We had been waiting for the bus for half an hour. Had been waiting for bus for half an hour and more. Yeah. Yeah. Okay. ഞാൻ കുറച്ച് സ്പീഡ് കൊടുക്കുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? ആൻസർ ടൈപ്പ് ചെയ്യാനുള്ള ടൈം തരുന്നില്ല, സ്പീഡ് കുറച്ച് കൂടുതലാണ്, അങ്ങനെ തോന്നിയോ നിങ്ങൾക്ക്? പറയൂ, തോന്നുന്നുണ്ടോ? ഓക്കെ ആണ്? Okay, ma'am. Yeah. The next sentence. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വൈകുന്നേരം 5 മണി മുതൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇപ്പോ 21 to 30 വരെ ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക്, അല്ലെ? സെന്റൻസ് ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാൻ എല്ലാവർക്കും?
അല്ലേ? ആണമ്മ. ഓക്കെ, അപ്പൊ 10 ഉം. ഈ 10 ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്യാം. ഓരോരുത്തരും ഒരുമിച്ച് ഓരോന്നോരോന്ന് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യരുത്. ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യാം എനിക്ക്. എന്നിട്ട് ഞാൻ വരയ്ക്കാം. ഓരോന്ന് പറയുന്നത് നല്ലതാണ്. എല്ലാവരും ഞാൻ സമയം തരാം. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, ചെയ്യണം കേട്ടോ. എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ടെൻസ് പോർഷൻ നമ്മള് ഏകദേശം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് എല്ലാവരും ഓക്കെ. ആൽവിൻ, അമൃത, അഞ്ജന ഡേവിസ്, അഞ്ജന സുമി, അഞ്ജു, അശ്വിനി, ദൃശ്യ, ഫാത്തിമ, ഷോളി, ശരണ്യ, ശില്പ, ഷിത, സൗമ്യ, ശ്രീലക്ഷ്മി. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. ഈ 10 ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, check your own time. Yeah. സോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ചുമ്മാ ഇരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്യാണ്. പക്ഷെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ടെക്സ്റ്റ് ചെയ്ത് അയക്കാം എല്ലാവരും. ഓക്കെ, ഓക്കെ അല്ലേ? Okay, miss. ഓരോ നയിക്കരുത്. ആൽവിൻ ഓരോ നയിക്കല്ലേ, ഒന്നിച്ചയക്കും. എനിക്ക് നോക്കാൻ എളുപ്പമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. ഒന്നിച്ചയക്കും കേട്ടോ. ഓക്കെ, 10 ഒരുമിച്ചയക്കും. യെസ്, ഓക്കെ.
ഓക്കെ, കഴിഞ്ഞോ? കഴിയാറായോ എല്ലാവരുടെയും? എഴുതുന്നുണ്ടോ എല്ലാവരും? എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ മിസ്സേ ചുമ്മാ ഞാൻ ഇപ്പൊ ഇരിക്കുകയാണോ? ക്ലാസ്സിൽ കയറിയതേ ഉള്ളൂ. 20 തൊട്ടാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഞാനേ മിസ്സേ കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, പറ്റാവുന്ന വേറെ ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്യും. ടോപ്പിക് ഒന്നും പഠിപ്പിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇല്ലില്ല, എവിടെ തൊട്ടായിരുന്നു നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടുള്ളത്? ഞാനിപ്പോ പറഞ്ഞത് 21 തുടങ്ങിയാണ്. ആ ഓക്കെ മിസ്സേ, ഓക്കെ ഓക്കെ ഓക്കെ. മിസ്സേ ഞങ്ങൾ എഴുതി, പക്ഷെ ബാക്ക് അടിക്കുമ്പോ അതെല്ലാം പോവാ. എഴുതാൻ പോവാണോ? ഓക്കെ, എന്നാ ടെക്സ്റ്റ് ചെയ്തോളൂ. ഓരോന്നായിട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യും കേട്ടോ. എല്ലാവരും പറ്റുന്ന പോലെ ചെയ്തോളൂ കേട്ടോ. പറ്റുന്ന പോലെ ടെക്സ്റ്റ് ചെയ്യൂ. അല്ല കുഴപ്പമില്ല മിസ്സേ, വേറെ ഒരു സ്ഥലത്ത് എഴുതിയിട്ട് അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് അടിക്കാം. Okay. Okay, just wait a second. I'll be back.
Yeah. Okay. So Lakshmi completed. Then എല്ലാവരും പെട്ടെന്ന് ചെയ്യൂ കേട്ടോ. പെട്ടെന്നല്ല, കുഴപ്പമില്ല, എടുത്തോളൂ. Lakshmi, Anju, and Ashwini completed. Yeah. മിസ്സേ എനിക്കുണ്ടല്ലോ മറ്റേതോണം ഓരോന്നാക്കി ടൈപ്പ് ചെയ്യാൻ പറ്റണ്ടായില്ല. അതാ ഞാൻ കോമയിട്ടത്. എന്റെ ഫോൺ ഹാങ് ആയിട്ട് നേരെ വന്നില്ല. ആദ്യം ഓരോന്നടിക്കുമ്പോ നേരത്തെ അടിക്കേണ്ടതൊക്കെ പൊക്കോണ്ടിരിക്കുക. ആ ആ Okay, so Lakshmi മനസ്സിലായി കേട്ടോ, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാം ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ എല്ലാവരും. ഈ ട്രാൻസ്ലേഷന്റെ നോട്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ, ആൻസർ വിത്ത് ആൻസർ. ഓക്കെ, ഓക്കെ മാം. ബോറടിക്കുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ലല്ലോ? ഓക്കെ ആണോ? ബോറടിക്കുന്നില്ല. എഴുതിയേക്കുന്നത് ശരിയാണോ എന്നുള്ള ടെൻഷൻ ഉണ്ട് ഇപ്പൊ. തന്നെ കറക്റ്റ് ചെയ്യും ഇപ്പൊ. അഞ്ചു മനസ്സിലായി, അഞ്ച് ലാസ്റ്റ് വൺ മിസ് ചെയ്തു, ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഓക്കെ, മിസ്സേ അപ്പൊ ഇന്ന് ഉച്ചക്ക് 12:30 വരെയാണോ ക്ലാസ് ഉള്ളത്? എന്തോ? ഉച്ചക്ക് 12:30 വരെയാണോ ക്ലാസ് ഉള്ളത്? അതെ. ഓക്കെ, മറ്റേ മിസ്സുമാരൊന്നും ഇല്ല കേട്ടോ? കേട്ടില്ല. വേറെ മിസ്സുമാരൊന്നും? വേറെ മിസ്സുമാര് വരണമല്ലോ, ഞാനല്ലോ. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ട് എനിക്ക്.
മിസ്സേ ഇത് ടൈപ്പ് ചെയ്ത് ബാക്ക് അടിക്കുമ്പോ ഈ ടൈപ്പ് ചെയ്തതെല്ലാം പോകും. അങ്ങനെ കുറെ പ്രാവശ്യം പോയാണ് ഇപ്പൊ ഇവിടെ ഇത്രയും കംപ്ലീറ്റ് ആയത്. കുറച്ച് കഷ്ടപ്പെട്ടു. ഓക്കെ, നോക്കാം നമുക്ക് കറക്റ്റ് ആണോ. ഇംഗ്ലീഷ് പഠിക്കാൻ എല്ലാവർക്കും മടിയാണോ? എക്സാം ഇല്ലാത്തോണ്ടാണോ? കഷ്ടമുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് എത്രയും ഇമ്പോർട്ടന്റ് ആയ ലാംഗ്വേജ് അല്ലേ. മിസ് ഒരു എക്സാം അങ്ങ് വെക്ക്, അതായിരിക്കും നല്ലത്. അതെ അതെ, എക്സാം വെച്ചിട്ട് ആർക്കെങ്കിലും മാർക്ക് ഉണ്ടാവോ? ആലോചിച്ച് നോക്കൂ. എക്സാം ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചത് ഞാനായിട്ടൊന്ന് ഒരു എക്സാം പോലെ വയ്ക്കാം, ക്ലാസ് ടെസ്റ്റ് പോലെ ചെയ്യാം. ആരെങ്കിലും അറ്റൻഡ് ചെയ്യോ? ആരും ചെയ്യില്ല. ഇന്ന് 12 പേര് കാണാൻ, എത്ര പേര് കാണാന്ന് അറിയത്തില്ല. എന്തോ? ഇന്ന് 12 പേരുണ്ട്, ഇനി എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല. അതെ, എന്നെ കാണില്ല, പറയും നോക്കും. പക്ഷേ ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട് അല്ലേ? ശരിയാണോ? അത് ശരിയാ മാം. അത് പഠിച്ചുകൊണ്ട് വന്നല്ലേ, പഠിക്കാണ്ട് കിട്ടുമോ അങ്ങനെ? ഒരിക്കലില്ല. ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിയുമെങ്കിൽ സംസാരിക്കാം. മിസ് ഗ്രാമർ പഠിച്ചതുകൊണ്ട് നമ്മള് സെന്റൻസ് കാണുമ്പോ ഇത് ഏതാ ടെൻസ് എന്നെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ. സത്യവാ. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ടെൻസ് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ തന്നെ സെന്റൻസ് കറക്റ്റ് ആയിരിക്കും. പിന്നെ അതൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. മനസ്സിലായോ? അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ മാം. ഓക്കെ. ടെക്സ്റ്റ് ചെയ്യൂ. എന്താണ് സ്ലോ ആണല്ലോ. ഇത്രയും നേരം നമുക്ക് ചുമ്മാ സംസാരിച്ചിരിക്കാം. ലക്ഷ്മി അശ്വിനി പോയി, അഞ്ജു, അഞ്ജന, നമുക്ക് മൂന്നേരം കൂടെ സംസാരിച്ചാലോ? സംസാരിക്കാം. ഫാത്തിമ കഴിഞ്ഞു. എല്ലാവർക്കും ടെക്സ്റ്റ് ചെയ്ത് എന്താന്ന് അറിയാലോ അല്ലെ? ടെക്സ്റ്റ് ചെയ്തത്, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത പോർഷൻസ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടെ എല്ലാവരും. ഓക്കെ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് എന്താണോ ആ പോർഷൻ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എപ്പോഴെങ്കിലും ആവശ്യമില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മാം. ഓക്കെ, കറക്റ്റ് ചെയ്യാം നമുക്ക്. നിങ്ങൾക്കത് അയ്യോ ഞാൻ ഇത്രയും പഠിച്ചോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ പഠിക്കാനുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ഞാനിപ്പോ ക്ലാസ് നമ്മുടെ ടെൻസ് ഒക്കെ പഠിക്കുന്നതിന് മുൻപ് ജസ്റ്റ് നിങ്ങളോട് ഈ ഒരു സെന്റൻസ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റോ? ഇല്ലായിരുന്നു. ഓ, എന്താണ് പഠിച്ചാൽ കിട്ടും എന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇത്രയേ ഉള്ളൂ ഇംഗ്ലീഷ്. ഇതിനെയാണ് നിങ്ങൾ ഈ പേടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാള് അല്ലേ? സത്യത്തിൽ ടീച്ചർ സ്കൂളിലൊക്കെ പഠിച്ചപ്പോ ടീച്ചർമാര് എക്സാം ബേസ് ആയിട്ട് നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു പോയതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. അന്നും ഇന്നും നിങ്ങൾ പഠിക്കുന്ന എക്സാമിന് വേണ്ടിയാണ്, അതിലൊരു മാറ്റമില്ല. സത്യവാ. അതുകൊണ്ടാണ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഇല്ലാത്തത്. പറയുമായിരിക്കും മിസ്സേ, പക്ഷെ ഇതൊന്നും ആയിരിക്കൂല ആൻസർ ആയിട്ട് പറയുന്നത്, വായിച്ചോന്നായിരിക്കും പറയുന്നത്, കറക്റ്റ് ഒന്നും ആയിരിക്കൂല. പണ്ട് ക്വസ്റ്റ്യൻ വരുമ്പോ മാത്സ് ആയാലും നോക്കി മലയാളത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മിസ്സേ, ഞാനിപ്പോ അയച്ചതേ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ബാക്ക് ആയി പോയി. ഫോൺ തന്നെ ഓട്ടോമാറ്റിക് പോയപ്പോ ഞാൻ അയച്ചതൊക്കെ പോയി. എനിക്ക് എഴുതാനുള്ള സാവകാശം കിട്ടിയില്ല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് തരാം. ഓക്കെ. ഞാൻ ടെക്സ്റ്റ് ചെയ്യണോ? അശ്വിനി അയച്ചത് ചെയ്യണോ? വേണോ? ഇല്ല, ഞാൻ അയച്ചു കൊടുത്തോളാം.
ഓക്കെ. ഓ, നിങ്ങൾ തമ്മിൽ ഇപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയോ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ. ഞങ്ങക്ക് കഴിഞ്ഞ, അതായത് ഇന്നലെ ഒരു കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. HA തന്നെയാണ്, അഡ്മിനിസ്ട്രേഷൻ ഒരു കോൺവെക്കേഷൻ ആയിരുന്നു. ഈ കോൺവെക്കേഷന് വരുമ്പോ സ്റ്റുഡൻസ് തമ്മിൽ എന്തെങ്കിലും ഒരു, നമുക്ക് കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലോ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തായാലും എന്തെങ്കിലും സംസാരിക്കുമല്ലോ. യൂണിയൻ വരുമ്പോഴൊക്കെയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല. ഇവര് വന്നിട്ട് പരസ്പരം മിണ്ടുന്നില്ല. ഞങ്ങള് വല്ലതും കൂടിക്കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കേണ്ടി വരും. ആ അവസ്ഥയായിപ്പോ ഇപ്പം. ഞങ്ങൾക്ക് മിണ്ടാൻ മാത്രമായിട്ട് ഞങ്ങള് പിള്ളേര് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ അതിനകത്ത് ആക്റ്റീവാ എല്ലാ ദിവസവും. ഞാൻ തന്നെ വേണം നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്യണ്ടേ. ഞങ്ങള് ഫസ്റ്റില് മറ്റേ ഇതിന്റെ മാത്രമായിട്ടുള്ളതുണ്ട്. പിന്നെ വർത്താനം പറയാൻ വേണ്ടി മാത്രമായിട്ടൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. അതായത് പഠിക്കുന്ന കാര്യങ്ങൾ ഇടാൻ ഒരു ഗ്രൂപ്പും, അല്ലാതെ കോമൺ ആയിട്ട് നമുക്ക് വർത്താനം പറയാനായിട്ട് വേറൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. ചില ദിവസങ്ങളൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഒരു ദിവസം 1-2 ദിവസം ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിച്ചു ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്ന്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ക്ലാസ്സിൽ വരുമ്പോ എങ്ങനെയുണ്ട്? ക്ലാസ്സിൽ വരുമ്പോ ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മള് വന്ന് പഠിക്കുന്നവരെ ഇതായി. കാരണം എല്ലാരായിട്ടും നല്ല കമ്പനിയാണ്. അപ്പൊ അതിൽ കുറച്ചു പേരൊക്കെ ഉള്ളൂ അങ്ങനെ ഗ്രൂപ്പിൽ കേറാത്തത്. അവർക്ക് സമയം ഇല്ലാത്തോണ്ടായിരിക്കാം. പഠിക്കാനും ഒക്കെ പോകുന്നവരുണ്ടല്ലോ. പക്ഷെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു റിലാക്സേഷൻ അല്ലേ? നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഗ്രൂപ്പിൽ നമ്മൾ കുറച്ച് അത് ശരിയാ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം കാണാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. കോൺവെക്കേഷൻ വരുമ്പോൾ വരാൻ ഞങ്ങള് ഗ്രൂപ്പുകളൊക്കെ വെച്ച് എന്നാലും 5 പേര് ആദ്യത്തെ ദിവസം 5 പേര് വന്ന്, ആദ്യത്തെ പ്രാവശ്യം 3 പേര് വന്ന്, 3 എന്നെ കൂടെ കൂട്ടി 4 പേര്. പിറ്റത്തെ പ്രാവശ്യം 5-6 പേരൊക്കെ ആയി. അതെ, നമ്മള് അങ്ങനെ ലിങ്ക് ഇട്ട് നമ്മള് കുറച്ചു പേരായിട്ടൊക്കെ സംസാരിച്ചു, കണ്ട് സംസാരിച്ചു. ഓക്കെ ആയപ്പോ ഫ്രണ്ട്സ് ആയല്ലോ അവർ. ഇനി ആരെങ്കിലും ഉണ്ടോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഒത്തിരി പേരുണ്ട്. ആണോ? ജോയിൻ ചെയ്യാത്തവരെ ചെയ്യോ? ചുമ്മാ സംസാരിക്കോ നിങ്ങള്? അങ്ങനെ പോലും സംസാരിക്കാത്തവരുണ്ടെന്നേ. പഠിക്കുന്ന കാര്യം അല്ലാതെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് സംസാരിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോ ഞാൻ ഇന്നലെ അത് നോട്ട് ചെയ്ത കാര്യമാണ്. എല്ലാം ഞാൻ മാത്രമല്ല, പൊതുവെ എല്ലാവരും നോട്ട് ചെയ്ത കാര്യമാണ്. ഇത് നമ്മൾ ഒന്നും മിണ്ടുന്നില്ല, ചിരിക്കുന്നു പോലുമില്ല. ജസ്റ്റ് വരുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, പോകുന്നു, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെ ആകരുത്. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും കോൺവെക്കേഷൻ വന്നാലും അതുപോലെ ആകരുത് കേട്ടോ. പക്ഷെ ഞങ്ങള് കുറച്ചു പേര് PG ഉണ്ട്. അതാ ഒരു സങ്കടം. ഞങ്ങള് PGക്കാര് പിന്നീടല്ലേ വരത്തുള്ളൂ. മറ്റേ ഡിപ്ലോമക്കാർക്ക് വരുമ്പോഴത്തേക്ക് ആദ്യമല്ലേ കോൺവെക്കേഷൻ വരുന്നത്. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഈ കുട്ടികളെ കാണാൻ പറ്റത്തില്ല എന്നുള്ള സങ്കടം. കൂടുതൽ പേര് ഇതിനകത്ത് ഡിപ്ലോമ എടുത്തേക്കുന്നത്. നോക്കാം, നമുക്ക് PG കഴിഞ്ഞിട്ടാണെങ്കിലും അറിയില്ല നിൽക്കുന്നു. അപ്പൊ നോക്കാം. അത് പിന്നെ അത് മാത്രല്ല, ടീച്ചേഴ്സിനെ കാണുമ്പോൾ സംസാരിക്കാൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോ സെലക്ഷൻ കോൺവെക്കേഷൻ വന്നു വിചാരിക്കും, എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ചിരിക്കും, കാരണം ഒരാൾ നമ്മൾ നോക്കി ചിരിക്കാൻ നമ്മൾ ചിരിക്കുമല്ലോ. പക്ഷെ എനിക്ക് സെലക്ഷനിൽ മനസ്സിലാവില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. നമ്മള് സംസാരിക്കുന്നല്ലേ ഉള്ളൂ, കണ്ടു പരിചയമില്ലല്ലോ. ഇവിടെ ആണേലും വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ കാണാറില്ല. അപ്പൊ പിന്നെ നമുക്കറിയത്തില്ല. ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കറിയാം. അതങ്ങനെയാണ്. വിളിച്ചപ്പാട് എല്ലാവർക്കും അറിയാം, വിളിച്ചപ്പാട് ആരെയും അറിയില്ല. അതാണ് സംഭവം. അതെ. അപ്പൊ ഒരു ദിവസം നമുക്ക് ക്യാമറ ഓൺ ചെയ്ത് നമുക്കത് കാണണ്ട. നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം സംസാരിക്കും. ഓക്കെ, ഒരു അവസരം ഞാൻ തരാം നിങ്ങൾക്ക്. ഒരു ടോപ്പിക് പ്രസന്റേഷനോ അങ്ങനെ തരുമ്പോ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്ത് ടോപ്പിക് പ്രസന്റ് ചെയ്യും. അടിപൊളി. അപ്പൊ ആരൊക്കെ നോക്കി വായിക്കുന്നുണ്ടെന്നും ആരൊക്കെ അല്ലാതെ പറയുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ശരിയാ. അപ്പൊ എഴുതിയിട്ട് കാണാൻ പഠിക്കണം അല്ലയോ? കാണാൻ പഠിക്കണ്ട,
വയനാട്ടൊന്നും പഠിക്കണം, നമുക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മാത്രം മതി. ആ ഓക്കെ, ഇതെന്താണ് ഞങ്ങൾ നിങ്ങളെ ടെക്സ്റ്റ് ചെയ്യാതെ സംസാരിക്കുന്നേ, ബാക്കി ആരും ഒന്നും ടെക്സ്റ്റ് പോലും ചെയ്യുന്നില്ലല്ലോ. പോയോ എല്ലാവരും? റസിയ എന്ത് ചേച്ചി ക്ലാസ്സിലുണ്ടോ? ഞാനിവിടെ ഉണ്ട്. ഞാൻ കുറച്ചധികം ബിസി ആയത് കാരണം നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. റസിയ സംസാരിക്കാതിരിക്കുമ്പോ ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഓഫ്, എന്ത് ചെയ്യാനാ, ഫാൻസിന്റെ കാര്യമേ. കഴിഞ്ഞോ? ടെക്സ്റ്റ് ചെയ്തോ? ഞാൻ വിചാരിച്ചു പറയുക ചെയ്യുന്നത്, അതാണ് ഞാൻ ടെക്സ്റ്റ് ചെയ്യാതിരുന്നത്. ഞാനിങ്ങനെ എഴുതിയൊക്കെ വെച്ചു കറക്റ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ വിചാരിച്ചു പറയുക ചെയ്യാ, അപ്പോഴാ പിന്നെ ടെക്സ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞേ. അപ്പൊ എന്നാ പിന്നെ ഇങ്ങ് ടെക്സ്റ്റ് ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ബാക്കി എല്ലാം ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞു? അല്ലെങ്കിൽ എന്നാ പറയണ്ടേ? ആരും മിണ്ടുന്നില്ല. അതെയും ചോദിച്ചാൽ പോലും മിണ്ടില്ലേ നിങ്ങള്? പറഞ്ഞു. പറയാം. ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇനി ഞാൻ ചെയ്യണ്ടല്ലോ മിസ്, ഇത് നോക്കി കറക്റ്റ് ചെയ്താ പോരെ? അതിനിപ്പോ കുഴപ്പമില്ല. മിസ് ഇതൊന്നും ഇടില്ലേ? ഇതിന്റെ ആൻസർ ഇടില്ലേന്ന്? ഓക്കെ. എന്റെ മിസ്സേ കറക്റ്റ് ആയിരുന്നു, ഞാൻ കറക്റ്റ് എഴുതിയത്. വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ബസ് ഫോർ ഹാഫ് ആൻ അവർ എന്ന് എഴുതി. അപ്പൊ ഹാഫ് ആൻ അവർ ഓർ 30 minutes എന്ത് വേണമെങ്കിലും ഇടാമല്ലോ. കറക്റ്റ്, എന്റെ കറക്റ്റ്. കുറച്ച് പേര് പ്രൊപ്പോസിഷൻ മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രം സിൻസ് ഉണ്ട് 5 o'clock എന്ന് പറയുമ്പോ ഏത് 5 മണിയാണ് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. അഞ്ജന പിന്നെ ഞാൻ എഴുതിയേക്കുന്നത് ഷീ ഹാഡ് ബീൻ കുക്കിംഗ് സെൻസ് 5 PM എന്ന് എഴുതുമ്പോ തന്നെ നമുക്ക് PM ഇടുമ്പോ ഈവനിങ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് മെൻഷൻ ചെയ്തില്ല. ഈ 5 o'clock ഇൻ ദ ഈവനിങ് എന്ന് 5 o'clock ആണെങ്കിൽ ഇൻ ദ ഈവനിങ് എന്ന് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണമല്ലോ. അതല്ല മിസ്, ഞാൻ ഈ വൈകുന്നേരം കണ്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ഒരു PM ആഡ് ചെയ്താൽ വിഷയം തീർന്നു. പിന്നെ ഫ്രം ഈവനിങ് എന്ന് പറഞ്ഞു, സിൻസ് ഈവനിങ് ആണ് കേട്ടോ, ഫ്രം അല്ല സിൻസ്. കുറച്ചൊരു 4 പറഞ്ഞു, ആക്ച്വലി 4 ആണ്, 4 അല്ല സിൻസ് ആണ്. ഷീ വെന്റ് എന്നല്ലെങ്കിൽ ദേ വെന്റ് ടു ദ സ്കൂൾ എന്ന നിങ്ങൾക്ക് യൂസ് ചെയ്യണോ? അതോ ഷീ വെന്റ് അല്ല, ഷീ അല്ലല്ലോ, അവരല്ലേ. ദേ വെന്റ് എന്ന് പറഞ്ഞിട്ട് സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. ദ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ എന്ന് പറയണം. ദ വെന്റ് ടു ദ സ്കൂൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ യൂസ് ചെയ്തോണ്ട് കുഴപ്പമില്ലല്ലോ. ആർട്ടിക്കിൾ എനിക്ക് ഡൗട്ടില്ല മിസ്, എനിക്ക് മിസ്സേ ഡൗട്ടില്ല. മിസ് അന്ന് ക്ലിയർ ആക്കി പറഞ്ഞു, ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും ഏതൊക്കെ സംഭവങ്ങളിലാണ് ഉപയോഗിക്കുന്നത് അത് എനിക്ക് ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയുമല്ലോ, അങ്ങനെ ഞാൻ എഴുതിയത്. പറയുമ്പോ നമുക്ക് പർട്ടിക്കുലർ നമുക്ക് അറിയാം. അപ്പൊ ഇപ്പോ ഞാൻ എന്റെ ഓഫീസിൽ പോവാണ്, ഐ എം ഗോയിങ് ടു ദ ഓഫീസ് എന്ന് പറഞ്ഞാല് അത് ഏത് ഓഫീസ് ആണെന്ന് നമുക്ക് അതില് അറിയാൻ പറ്റും. മനസ്സിലായോ? അത് ഏതോ ഒരു ഓഫീസാണ്. ഇപ്പൊ ഞാൻ എന്റെ ഐ എം ഗോയിങ് ടു മൈ ഹോം അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഹോം എന്ന് പറഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അതേസമയം നമ്മളിങ്ങനെ പറയാണ് ഐ എം ഗോയിങ് ടു ദ ഹോം, ഐ എം ഗോയിങ് ടു ദ ഹോം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വീട്, എന്റെ വീടല്ല കേട്ടോ, ഏതൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അത് ഏതാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ ഒരു പർട്ടിക്കുലർ വീട്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലായോ? അതുപോലെ ഐ എം ഗോയിങ് ടു സ്കൂൾ, ഐ എം ഗോയിങ് ടു സ്കൂൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ സ്കൂളിലേക്കാണ് പോകുന്നത്, എന്റെ സ്വന്തം സ്കൂളിലേക്കാണ് പോകുന്നത്. ഐ എം ഗോയിങ് ടു സ്കൂൾ, there is no article we used. Okay, then I am going to the school, ഏതോ ഒരു പർട്ടിക്കുലർ സ്കൂളിലേക്കാണ് പോകുന്നത്. എന്റെ സ്കൂളിലല്ല, എന്റെ സ്കൂളിൽ വേറെ ഏതൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. അതാണ് ഇതാ വരുമ്പോൾ വ്യത്യാസം. മനസ്സിലായോ? അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ചോദിക്കുകയാണ്, റസിയോട് ഞാൻ ചോദിക്കുകയാണ്, ഗീവ് മി എ പെൻ. ഒരു പേന തരാൻ ചോദിക്കുകയാണ്. ഞാൻ പിന്നെ ചോദിക്കുകയാണ്, ഗീവ് മി ദ പെൻ. അപ്പൊ ആ പേന ഏതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം.
ആ പേന ഏത് പേനയാണ് ചോദിക്കുന്നതെന്ന് എനിക്കും അറിയാം, ചോദിക്കുന്ന മിസ്സിനും അറിയാം ഏത് പേനയാണെന്ന്. ഇഫ് അത് നമുക്ക് രണ്ടുപേർക്കും അറിയത്തില്ലെങ്കിൽ എ പെൻ യൂസ് ചെയ്യും. ഏത് പേനയാണ്, ബ്ലൂ പെൻ കൊടുക്കാം, റെഡ് പെൻ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ദാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അറിയാം, നമുക്ക് രണ്ടുപേർക്കും സംഭവം അറിയാം ഏത് പേനയാണ് ചോദിക്കുന്നതെന്ന്. ഇനി ആർട്ടിക്കിൾ വരുമ്പോ എ ആൻഡ് ആൻ, ഇത് രണ്ടും എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് അറിയാം, പലർക്കും അറിയാം, പക്ഷെ കുറച്ച് കൺഫ്യൂഷൻ ആണ് അല്ലെ? ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മള് കൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ എ യൂസ് ചെയ്യും, വവൽ സൗണ്ട്സിന്റെ കൂടെ ആൻ യൂസ് ചെയ്യും. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ എയിലും ആനിലും. പിന്നെ ദ യൂസ് ചെയ്യുന്നത് നമ്മൾ അല്ലാണ്ട് അറിയുന്ന പ്ലേസ് പറയുമ്പോൾ നമുക്കറിയാം, പറയുന്ന കേൾക്കുന്ന ആൾക്കും അറിയാം. ഓക്കെ, ഞാനൊരു ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഏത് ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അറിയാം. യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി, എല്ലാവരും ആണ്. യൂണിവേഴ്സിറ്റി. പറയൂ റസിയ, എന്തായിരിക്കും? എന്റെ അടുത്താണോ? ഓക്കെ, യൂറോപ്പിന്റെ കരിയർ നമ്മൾ ആൻ യൂസ് ചെയ്യും. കാരണം യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഒരു വവൽ സൗണ്ട്സ് പ്രൊനൗൺസിയേഷൻ വരുന്നത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുമെങ്കിലും യൂറോപ്പ് എന്നാണ് പറയാനൊരു സുഖം, ആൻ യൂറോപ്പ് എന്ന് പറയാനൊരു സുഖം ഇല്ല. സോ അതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു സേ എ ആർട്ടിക്കിൾ. സുഖമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ യൂസ് ചെയ്തു. അല്ല അങ്ങനല്ല. നമ്മള് വവൽ സൗണ്ട്സിൽ വരുവാണെങ്കിൽ ചില കേസുകളില് എന്താ പറയാ, എക്സെപ്ഷണൽ കേസസ് ഉണ്ടല്ലോ. ആ എക്സെപ്ഷണൽ കേസസില് യൂറോപ്പ് വരുമ്പോ നമ്മൾ എ ആ യൂസ് ചെയ്യുന്നത്, ആൻ യൂസ് ചെയ്യാറില്ല എന്നാണോ? അത് എക്സെപ്ഷണൽ കേസ് അല്ല കേട്ടോ. അവിടെ നമ്മള് പഠിച്ചു വവൽ സൗണ്ടിന്റെ കൂടെയാണ് വവൽ സൗണ്ട് എന്നാ പറയാം, നോട്ട് വവൽ ലെറ്റേഴ്സ്. ഓക്കെ, വവൽ സൗണ്ടിന്റെ കൂടെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അത് വവൽ സൗണ്ട് ആണോ വരുന്നത് നോക്കാം. അതായത് ഒരിക്കലും ലെറ്ററിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മള് ആൻ ഓർ എ ആഡ് ചെയ്യുന്നത്. സൗണ്ട് ആണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്, സൗണ്ട് ആണ്. നമ്മൾ പറയുന്നത് സ്പെല്ലിംഗ് ഇ ആണ്, വവൽ ലെറ്റർ ആണ്, ഇ ആണ്. പക്ഷെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, സൗണ്ട് എങ്ങനെയാ വരാ? യൂറോപ്യൻ. ഓക്കെ, യൂറോപ്യൻ. സോ നമ്മളവിടെ എ ആണ് യൂസ് ചെയ്യുക, അത് വവൽ സൗണ്ടേ അല്ല. യെസ്, കറക്റ്റ്. ഐ ആം കറക്റ്റ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് വവൽ സൗണ്ട് അല്ല. സോ നമുക്ക് യൂണിവേഴ്സിറ്റി പറയും, ഒരു യൂണിവേഴ്സിറ്റി. ഞാനത് പറയാൻ വന്നത്, ദ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ യൂണിവേഴ്സിറ്റി ഏതാന്ന് എടുത്ത് അറിയിപ്പിക്കണം. അത് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദ ആർട്ടിക്കിൾ. ബട്ട് നമ്മളത് പറഞ്ഞിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റിന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ യു ക്യാൻ യൂസ് എ എന്ന് പറഞ്ഞിട്ട് ആർട്ടിക്കിൾ എ യൂസ് ചെയ്ത് നമുക്ക് അതിന് ഇതാക്കാം. ഓക്കെ, സെറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ വിളിക്കുന്നത്. യൂണിവേഴ്സിറ്റി, യെസ്, റൈറ്റ്. ഇതൊന്ന് ഫിൽ ചെയ്യൂ. An umbrella. കാരണം ആ പ്രൊനൗൺസിയേഷൻ വരുന്നത് വവൽ സൗണ്ട് ആണ്. അപ്പം ഈ IOU എന്ന് പറയുമ്പോഴത്തേക്കും ആ എന്നുള്ള സൗണ്ട് വരുന്നത് കൊണ്ട് we used an umbrella. നമ്മൾ നോക്കുന്നത് വവൽ സൗണ്ട് ആണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ആണ്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഇതെന്താ എല്ലാവർക്കും അറിയാം, പക്ഷെ എന്തുകൊണ്ട് അവിടെ സൗണ്ടാ വരുന്നത്? അത് വവൽ സൗണ്ട് ആണ്, അതുകൊണ്ടാണ് ആൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഒരിക്കലും സ്പെല്ലിംഗ് വൈസ് അല്ല നമ്മുടെ ആർട്ടിക്കിൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? എനിക്ക് ഓക്കെയാണ് മിസ്, സെറ്റ് ആണ് മിസ്. അന്ന് തന്നെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നായിരുന്നു, അപ്പം തന്നെ ഞാൻ ഐഡിയ മനസ്സിൽ വെച്ചു. എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ ആർട്ടിക്കിൾ. ഒത്തിരി എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, കാരണം ഓൾറെഡി പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇനി ഒരിക്കലും ഡൗട്ട് വരില്ലല്ലോ. എല്ലാവരും അത് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്ത് നോക്കും. ഫോണിക്സ് പഠിക്കുമ്പോൾ കറക്റ്റ് ആണ്, ക്ലിയർ ആകും. ഞാൻ ഫോണിക്സ് പഠിപ്പിക്കാം, ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഫോണിക്സ് പഠിപ്പിക്കാം. ഓക്കെ, കാരണം നമ്മള് പ്രൊണൗൺസ് ചെയ്യുന്ന സ്റ്റൈലിൽ വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ മലയാളീസ് ആണ്, മലയാളീസ് അല്ല, നമ്മുടെ മദർ ലാംഗ്വേജ് ഏതാണ് ആ മദർ ടങ് നമുക്ക് ഏത് ലാംഗ്വേജിലും ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മൾ പറയുന്ന ഏത് ലാംഗ്വേജ് ആണെങ്കിലും
ഓക്കെ, അതിപ്പോ തമിഴായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഏത് പറഞ്ഞാലും നമുക്ക് ഒരു മലയാളം ടച്ച് കയറി വരും. അതുകൊണ്ടാണ് അതെ, അതുകൊണ്ടാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ ചേർക്കുമ്പോ തെറ്റിപ്പോകുന്നത്. തെറ്റ് പോകുന്നത്. ഡിഗ്രി പഠിക്കാൻ നേരത്തെ മിസ് ഒരു പേപ്പർ ഫോണറ്റിക്സിൽ ഉണ്ടായിരുന്നു. ഫോണറ്റിക്സ് ആയിട്ടൊരു പേപ്പർ ഉണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അന്ന് വലിയ കാര്യമാക്കിയില്ല അല്ലേ? എന്തിനാ പഠിച്ചിട്ടുണ്ടല്ലോ ആലോചിച്ചു. ഇപ്പൊ മനസ്സിലായി. ആക്കിയെന്നല്ല, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പല വേർഡ്സും അങ്ങനെ അല്ല പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് അത് പഠിച്ചപ്പോ മനസ്സിലായി. തെറ്റാണ്. അതുകൊണ്ട് എപ്പോഴും ആ ടെക്സ്റ്റ് ഇരിപ്പുണ്ടെന്ന് തപ്പിയെടുക്കണം. തപ്പെടുത്ത് പഠിക്കണം. ഇംഗ്ലീഷ് പഠിച്ചിട്ടേ ഉള്ളൂ ഈ കാര്യം. അല്ലാതെ രക്ഷയില്ല മാം. ഇനി അങ്ങോട്ട് എവിടെ പോയാലും എന്തിനൊക്കെ പോയാലും ഇംഗ്ലീഷ് മാത്രമേ പറ്റൂ. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും നമ്മുടെ ആ ഒരു ടോൺ മാറ്റി പിടിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുമല്ലോ എന്ന് തന്നെ ചിന്തിക്കും. മനസ്സിലായോ? കാരണം സംസാരിക്കുമ്പോ ആരും ഗ്രാമർ നോക്കാറേയില്ല. അങ്ങനെയാണ്. ആ ഒരു ടോണാണ്, സംസാരിക്കുന്ന രീതിയാണ് നമുക്ക് മാറ്റേണ്ടത്. മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയരുത് മാക്സിമം. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ആർട്ടിക്കിൾ, ഇനി ഈ ആർട്ടിക്കിൾ ഞാൻ വേറെ എക്സ്ട്രാ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വേണോ? വേണ്ടല്ലോ. വേണ്ട പറയൂ. മിസ്സേ എനിക്ക് വേണ്ട, എനിക്ക് ഓക്കെ ആണേ. ഓക്കെ, മിസ്സേ 27 ബാക്കിയും കൂടെ ഒന്ന് കാണിക്കുമോ? മിസ്സേ അവിടെ ഒരു തെറ്റുണ്ട് കേട്ടോ. 26 അവളെന്നാണെന്ന് അവിടെ മലയാളം കൊടുത്തിരിക്കുന്നത്. ജപ്പാന്റെ കേസിൽ അവളെന്നാണ്. അപ്പൊ അവിടെ വന്നേക്കുന്നത് ആണ് വന്നേക്കുന്നത്. അപ്പൊ അവളെന്നാണെങ്കിൽ ഷീ വിൽ ഹാവ് എന്നല്ലേ നമ്മൾ യൂസ് ചെയ്യാ. ശരിയാണ്. ഷീ ആണ് കേട്ടോ. ഷീ വിൽ ഹാവ് ലെഫ്റ്റ് ജപ്പാൻ. എവിടേക്കോ എന്തൊക്കെയോ തെറ്റുകള് ഇതില് ചിലപ്പം കാണാം. അപ്പം നമ്മള് കണ്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ കാണുകയാണെങ്കിൽ പറയണം, ഇല്ലേ മിസ്സേ? അതെ, കറക്റ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യുമ്പോ ആർക്കാരും തെറ്റ് പറ്റും, മനുഷ്യന്മാരല്ലേ, ഒന്നും കണ്ട കാര്യം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് അപ്ലോഡ് ചെയ്യട്ടോ. എന്തായാലും അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അത്രയേ ഉള്ളൂ. കറക്റ്റ്. അപ്പൊ മിസ്റ്റേക്സ് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം അത്രയും അറിഞ്ഞതുകൊണ്ടാണ്, അറിയാവുന്നതുകൊണ്ടാണ് മിസ്റ്റേക്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അറിയാത്ത ഒരാൾക്ക് സുഹൃത്ത് തിരുത്തോ? ഇല്ല, അത്രയേ ഉള്ളൂ. പിന്നൊരു കാര്യം, നമ്മൾ വിൽ ബി ആൻഡ് വിൽ ഹാവ് ഇത് രണ്ടും പഠിച്ചിരുന്നു. അതായത് ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്താന്ന് വെച്ചാല്, എന്തോരും ഒന്നും കൂടെ പറഞ്ഞേ, അത് കേട്ടില്ല. നമ്മള് വിൽ ബി പഠിച്ചു, വിൽ ഹാവ് പഠിച്ചു. ഓക്കെ, ഈ വിൽ ബി വിൽ ഹാവും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാല്, വ്യത്യാസമല്ല, കുറച്ച് ഡിഫറൻസും ഉണ്ട്. എന്ന് വെച്ചാല് വിൽ ഹാവ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകും എന്ന് പറയുന്നതാണ് വിൽ ഹാവ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു പ്രവൃത്തി ഉണ്ടാകും അവിടെ, ഒരു പ്രവൃത്തി അവൻ ചെയ്തിട്ടുണ്ടാകും, അവരവിടെ പോയിട്ടുണ്ടാകും. കാരണം ആ സെന്റൻസിൽ ഒരു വെർബ് ഉണ്ട്. വെർബ് എന്താണ്? പോകുക എന്ന് പറയുന്ന ഒരു വെർബ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നെങ്കിലോ, അവൻ ദുബായിൽ ഉണ്ടാകും, അവൻ ദുബായിൽ ഉണ്ടാകും എന്നാണെങ്കിൽ നമ്മൾ എന്ത് പറയും? He will be at Dubai. He will be at Dubai എന്ന് പറയണം. കാരണം അവൻ അവിടെ ഉണ്ടാകും. അവിടെ യൂസ് ചെയ്യുന്നത് നൗൺ ആണ്. ഒരിക്കലും അവിടെ വെറുബൊന്നും വന്നിട്ടില്ല. ആരെക്കുറിച്ചാണോ, ഒരു വ്യക്തിയെ കുറിച്ചോ എന്തിനെ കുറിച്ചോ ആണോ പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ വിൽ ബി ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടാകും എന്നാണെങ്കിൽ നമ്മൾ അവിടെ വിൽ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒരിക്കലും അത് മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് ഉണ്ടാകും എന്ന് കേൾക്കുമ്പോ ഓക്കെ, അത് വിൽ ഹാവ് ആയിരിക്കും എന്ന് നമുക്ക് തോന്നും. അതായത് അവൻ ദുബായിൽ ഉണ്ടാകും എന്ന് പറയുമ്പോ ഉണ്ടാകും എന്നാണല്ലോ, അപ്പൊ അത് പെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യാൻ വിൽ ഹാവ് ദുബായ് എന്ന് യൂസ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ പറയാ. He will be at Dubai എന്ന് പറയണം. അവനാണ്. അവൻ എന്ന് പറയുന്ന ഒരു നൗൺ ആണ്, പേഴ്സൺ ആണ്. അപ്പോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട വിൽ ബി ആണ്. ഇനിയിപ്പോ അവൻ ദുബായിൽ പോയിട്ടുണ്ടാകും എന്നാണെങ്കിൽ എന്ത് പറയാം? പോയിട്ടുണ്ടാകും, അവിടെ ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ വിൽ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് വ്യത്യാസം. ക്ലിയർ അല്ലേ? മനസ്സിലാവില്ല എല്ലാവർക്കും? പ്രാക്ടീസ് ചെയ്യാം, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ കേൾക്കുമ്പോൾ കുറച്ച് ഡൗട്ട് തോന്നിയാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ എന്നോടൊന്ന് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഓക്കെ, മിസ്സേ, അവൻ അവിടെ ദുബായിൽ പോയിട്ടുണ്ടാകും എന്ന് ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞേ മിസ്സേ.
പറഞ്ഞോളൂ, റസിയ പറയൂ. കേട്ടിട്ടുണ്ടാവുമല്ലോ അവര്. ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ട്രാൻസ്ലേറ്റ് ചെയ്യും, എല്ലാവരും ചെയ്തു ടെക്സ്റ്റ് ചെയ്തേ. അവൻ ദുബായിൽ പോയിട്ടുണ്ടാകും. ടെക്സ്റ്റ് ചെയ്യൂട്ട് എല്ലാവരും. അവൻ ദുബായിൽ പോയിട്ടുണ്ടാകും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ. ഞാൻ എല്ലാവരോടും കൂടെ ഇല്ല പറയുന്നേ. എല്ലാവരും റസിയ ഉൾപ്പെടെ ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും ചെയ്യും. He will have gone to Dubai. ഇത് സ്ലോ ആണ്, നിങ്ങൾ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ. He will have gone to Dubai. ഒരു ഡെസ്റ്റിനേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ടു പ്രപ്പോസിഷൻ യൂസ് ചെയ്തു. പോയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ അതൊരു പ്രവൃത്തിയാണ്. അവിടെ ഒരു വേർബ് ഉണ്ട്. സോ മിസ്സേ, നമുക്കേ അവിടെ ഈ ഗോളിന് പകരം ഈ ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ അത് റോങ് ആയി പോകുമോ? റോങ് ആയി പോകുക മീൻസ് നമ്മുടെ മലയാളമാണ്. ഇപ്പൊ അവൻ ദുബായിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ ട്രാവൽഡും ഗോൺ, അതാണ് എനിക്കൊരു ഡൗട്ട് വന്നേ. ഞാൻ ഈ ട്രാവൽഡ് എന്ന് പറഞ്ഞിരുന്നതാ. പിന്നെ ഗോൺ നമുക്ക് യൂഷ്വലി യൂസ് ചെയ്യാം. മിസ് പഠിപ്പിച്ചത് അങ്ങനെ V3 ഫോമാ യൂസ് ചെയ്യുന്ന വിൽ ഹാവിന്റെ കൂടെ. അപ്പൊ ഗോയുടെ V3 ഫോമും ഗോൺ ആണ്. അപ്പൊ ട്രാവൽഡ് യൂസ് ചെയ്യുന്ന പറഞ്ഞ റോങ് ഇല്ല, അവർക്ക് മനസ്സിലാവുമല്ലോ. അമ്മ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അർത്ഥം വരുമല്ലോ. ഓക്കെ, സെറ്റ് സെറ്റ്. ഫോം ആണെന്ന് മാത്രം. ഏത് വേർബ് യൂസ് ചെയ്യാൻ V3 ഫോം ആയിരിക്കണം. ഓക്കെ മിസ്സേ, സെറ്റ്. ഓക്കെ, അപ്പോ will have and will be ഇത് ക്ലിയർ ആയി. ഇനി എന്താണ് ടെൻസ് ഇപ്പൊ ഓക്കെ അല്ലേ എല്ലാവർക്കും അല്ലെ? എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറ്റോ എല്ലാവർക്കും? ഓക്കെയാണ്. ടെൻസ് ഒക്കെ ഓക്കെയാണ്. ടെൻസ് സെറ്റ്. യെസ്, ഓക്കെയാണ്. അപ്പോ എന്തെങ്കിലും ഞാൻ സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ? പറ്റും. മിസ്സേ പറ്റും. ഓക്കെ, അപ്പൊ ആരൊക്കെ സംസാരിക്കാൻ റെഡിയാണ്? ഒരുപാടൊന്നും സംസാരിക്കാനില്ല, അതിനെ ഓർത്ത് ടെൻഷൻ എടുക്കേണ്ട ആരും. ഓക്കെ, എന്നാൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കെങ്കിലും സംസാരിക്കാൻ റെഡിയായവർ ആരൊക്കെയാണ് എന്ന് പറഞ്ഞേ. അവരോട് മാത്രമേ ഞാൻ ചോദിക്കൂ, കാരണം എല്ലാവരും ഞാൻ വിളിക്കില്ല. കാരണം എല്ലാവരും വിളിച്ചുകൊണ്ട് ആരും മിണ്ടണമെന്നില്ല. അപ്പൊ റെഡി ആയവര് മാത്രം ഓക്കെ ഞാൻ റെഡിയാണ് ബിസി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് മാത്രം സംസാരിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അയ്യോ ഇംഗ്ലീഷിൽ സംസാരിക്കണല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ രണ്ടെണ്ണം കൂടെ എനിക്ക് കറക്റ്റ് ആക്കാനുണ്ട്. ഞാൻ എഴുതിയത് കറക്റ്റ് ആണോ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഓക്കെയാണ് മിസ്സേ, കുഴപ്പമില്ല. എന്റെ അടുത്ത് മിസ്സിന് സംസാരിക്കാം. ഓക്കെ, ഞാൻ പൊട്ടത്തരമായാലും കോൺഫിഡൻസ് ഭയങ്കര അപ്പൊ ആരും റെഡി അല്ല എന്നാ പറയുന്നത്. ആരൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ തെറ്റായാലും ഞാൻ പറയും. പറയും. അപ്പൊ എന്നോട് പറയൂ, അതേപോലെ പറയാം മിസ്സേ എന്ന് പറയണം. അതെ മിസ്സേ, ഞാൻ മൈക്ക് ഓൺ ആക്കി എന്നുള്ള ഓർമ്മയിൽ ഞാൻ ഇവിടുന്ന് പറയൂ. പക്ഷെ സംഭവം പിന്നീട് നോക്കിയത് മൈക്ക് ഓൺ അല്ലായിരുന്നു. ഓക്കെ, അപ്പൊ അഞ്ജന റെഡിയാണ്, ശ്രീലക്ഷ്മി റെഡിയാണ്. ഇനി ആരൊക്കെയാണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല, നീ ചുമ്മാ അശ്വിന് പോയി. അശ്വിന് പേടിച്ചു പോയതാണോ റേഞ്ച് പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. ഇനി ആരാ? അപ്പൊ അഞ്ജന, ലക്ഷ്മി, റസിയ. ഇനി ആരുല്ലേ? പോയോ? അഞ്ജു ഓക്കെയാണോ? ഓക്കെയാണ് മിസ്സേ. ഇത് ഞാൻ ചോദിക്കണോ നിങ്ങളോട്? എന്നൊക്കെ എന്നോട് പറഞ്ഞൂടെ? പേടിയാണോ? ഇംഗ്ലീഷ് ഓക്കെ, പേടിയ. ഇനി ആരെങ്കിലും ഉണ്ടോ? ദൃശ്യ, ആൽബിൻ,
കഴിഞ്ഞു. ഇത്രയും പേരുണ്ടാവും. സാദിയ, ഷിത, ഷോലി, സൗമ്യ ആൻഡ് അമൃത, അഞ്ജന, അത്രയുള്ളൂ. അഞ്ജന ജെയിംസൺ. അപ്പോ ഇത്രയും പേര് വിളിച്ചതിൽ ആരെങ്കിലും വില്ലിംഗ് ആണോ? സംസാരിക്കാൻ റെഡിയാണോ? I am ready, miss. റസിയ, ലക്ഷ്മി, അഞ്ജന ആൻഡ് അഞ്ജു. ഓക്കെ, 4 പേരെയോ. ബാക്കി എല്ലാവരും നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കും. അടിപൊളി. അപ്പോ റെഡിയാണ്. അപ്പോ ഇപ്പൊ എന്താ ഞാൻ ചോദിക്കുക? ഒരു കാര്യം ചെയ്തു. One thing, can you talk about what did you do yesterday? ഇന്നലെ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നടന്നോ എന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളതുപോലെ പറഞ്ഞോന്നില്ല കേട്ടോ, നമുക്ക് ഉണ്ടാക്കി പറയാം. ഓക്കെ, ഇപ്പൊ നാളെ ഒന്നും ഉണ്ടായില്ല, ചുമ്മാ ഒരു ദിവസം ക്ലാസ്സിൽ പോയി അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണ്ട. ചുമ്മാ എന്തെങ്കിലൊക്കെ നിങ്ങൾക്ക് വായി തോന്നിയിട്ട് ചുമ്മാ പറയും. ഇന്നലെ നടന്നാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡിയാണോ? അല്ല മിസ്, കുറച്ച് മലയാളം സെന്റൻസുകൾ തന്നിട്ട് അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതിയോ? അയ്യോ വേണ്ട, അതിപ്പോ കഴിഞ്ഞു. ഒരുപാട് ഞങ്ങൾ ചെയ്തു. അത് വേണ്ട. എന്താ എങ്ങനെയാ നമ്മൾ ഇന്നലെ സംഭവിച്ചു? ഇന്നലെ എനിക്കൊരു വളരെ മോശമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. സോ അപ്പൊ ഇന്നലെ അഹൂർക്കരെ ഞാൻ നോക്കുന്നില്ല. അപ്പൊ തന്നെ മിസ് എനിക്ക് ഇന്നലത്തെ ടോപ്പിക് ആയിരുന്നു. യെസ്റ്റർഡേ നല്ല ദിവസം ആയിരുന്നില്ല, അതുകൊണ്ട് യെസ്റ്റർഡേ മാറ്റണമെന്നാണ് റസിയ പറയുന്നത്. ആണോ? ഒരു കാര്യം ചെയ്യും. അങ്ങനൊന്നുമില്ല മിസ്സേ. യെസ്റ്റർഡേ ആണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. വാസ് എ വെരി ബാഡ് ഡേ എന്ന് പറഞ്ഞ കാര്യം നമുക്കില്ല. നമ്മളങ്ങ് തുടങ്ങിയാൽ പോരെ. ಅಂದ್ರೆ ആരെങ്കിലും ഒക്കെ തുടങ്ങടേ, എന്നിട്ട് ഞാൻ തുടങ്ങാം. ആരെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവരുടെ ഐഡിയ കിട്ടുമല്ലോ അവരെന്തൊക്കെയാ പറയുന്നത്. ഓ അങ്ങനെ. പിന്നെ അൽഫബറ്റിക് ഓർഡറിൽ ഞാൻ പോട്ടെ. വൈ നോട്ട്? യെസ് യെസ്. അപ്പോ ആ നിറക്കം അഞ്ജനയ്ക്കാണ് വീഴ. അഞ്ജന. അത് കറങ്ങി തിരിഞ്ഞ് എനിക്ക് തന്നെ വരുവോളെന്ന് എനിക്ക് അറിയായിരുന്നു. ആൽഫബറ്റിക് ഓർഡറിൽ ഏത് പേര് തുടങ്ങി അന്നോട്ട് എന്തിന് ഏ ആണ് ഫസ്റ്റ്. ഞാൻ പോയാലും നമ്മുടെ എക്സാമിന് എഴുതാൻ ഫ്രണ്ട് ചെന്നിരിക്കണം. അതെ അതെ, ഒന്നോട് നല്ലതാണ് കേട്ടോ അതൊക്കെ. കാരണം ഞാനും എ ആണല്ലോ, എ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓക്കെ. അഞ്ജന ചുമ്മാ സംസാരിക്കും. എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു, എപ്പോ എഴുന്നേറ്റു, എന്തൊക്കെ കഴിച്ചു, എവിടെ പോയി, എന്ത് ചെയ്തു, ഇത്രയൊക്കെ പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ പറയണം അല്ലേ? ഇതെല്ലാം ഇംഗ്ലീഷിൽ പറയണം. ഹിന്ദി പറയണം. ഇംഗ്ലീഷ് ഹിന്ദി. മേരാ നാം ക്യാ ഹേ? മേരാ നാം ആവണി ഹേ. ഇത് മാത്രം ഹിന്ദി എനിക്കറിയാം. മേരല്ലോ, തുമാര ഇല്ലയോ? തുമാര നാം ക്യാ ഹേ എന്നല്ലേ? മേരാന്ന് പറയുമ്പോ എന്റെന്നല്ലേ, മീ അല്ലേ? ഓഹ്, അതും അറിയത്തില്ല. അതൊന്നുമില്ല, ഹിന്ദിയില്ല, ഒന്നുമില്ല. ഓക്കെ, റസിയ ഗ്രൂപ്പിലുണ്ടോ? ഞാൻ ഗ്രൂപ്പിൽ ഇല്ല, ബിക്കോസ് ഐ എം നോട്ട് ആക്റ്റീവ്. ഐ മീൻ ആക്റ്റീവ്. ക്ലാസ്സിൽ മാത്രം ആക്റ്റീവ്. ക്ലാസ്സിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസിനോടും സംസാരിക്കും. പേഴ്സണലി ഐ എം നോട്ട് ആക്റ്റീവ് എവിടെ ആയാലും. അങ്ങനെയൊക്കെയുണ്ട്. എന്താ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതാണ് എന്റെ ഒരു യുണീക്നെസ്. പക്ഷെ ഞാനൊരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴെങ്കിലും ഒരു ടോപ്പിക് തന്നാല് ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കും. വൈ നോട്ട് മിസ്? ഇപ്പോഴും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ക്യാമറയായിട്ടൊരു പേടിയുണ്ട്. അതുകൊണ്ട് ക്യാമറ ഓൺ ചെയ്യുമ്പോ എനിക്ക് എന്തോ എന്നെ അങ്ങ് ഷൈ ആവുന്ന കണക്കൊക്കെ ഫീൽ ചെയ്യും. ഐ ഡോണ്ട് നോ വൈ, ബട്ട് അങ്ങനെയാണ്. അത് ഫസ്റ്റ് ടൈം ക്യാമറ ഓൺ ചെയ്യുന്ന അത് പിന്നെ യൂസ്ഡ് ആവും കേട്ടോ, എല്ലാവർക്കും തന്നെ. ക്യാമറ നമ്മളിങ്ങനെ യൂസ് ചെയ്യാത്തത് കാരണം നമ്മള് യൂഷ്വലി ഞാൻ അങ്ങനെ ക്യാമറ യൂസ് ചെയ്യുന്ന വീഡിയോ കോൾ ആ ഒരു പേഴ്സൺ അല്ല. അപ്പോഴത്തേക്കും നമ്മൾ ക്യാമറ യൂസ് ചെയ്യാതെ ക്യാമറയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഷൈയും, പിന്നെ പറയുന്നതെല്ലാം പൊട്ടത്തരമായി പോകും. അത് കാരണമുള്ള പേടിയാ. ഓൾ അബൌട്ട് ദ ഒരു പേടി, ഫിയർ ആണ്. മാറ്റാം നമുക്ക്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഓൺലൈൻ ക്ലാസ് ഇതുപോലെ അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോ എനിക്ക് എന്നെ തന്നെ കാണാൻ അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് ശീലായി. പിന്നെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെ നമുക്ക് ക്യാമറ പ്രസന്റേഷൻ എങ്ങനെയാണ് എത്രയോ നന്നാക്കാൻ പറ്റുമോ ആ രീതിയാണ് പിന്നെ നോക്കിയത്.
അപ്പൊ മാറ്റാൻ പറ്റൂട്ടോ. ഞാനും ഒരു ക്യാമറ ഷൈ ആയിരുന്നു. ഓക്കെ, അവസാനം ഇപ്പൊ അപ്പൊ മാറ്റാം നമുക്ക്. എനിക്ക് എല്ലാവരും കാണണ്ടേ? അല്ലേ? കാരണം ഇപ്പൊ നിങ്ങളുടെ ഇങ്ങനെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണേ. ഇപ്പോ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തു, ആകെ കുറച്ചുകൂടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ളത് ഞാനായിട്ടാണോ? ടു ബി ഫ്രാങ്ക്, മിസ്സുമായിട്ടാണ് ഞാൻ അറ്റാച്ച്ഡ് ഉള്ളത്. വേറൊരു ക്ലാസ്സിലും ഞാൻ എന്റെ വാ തുറക്കാറേ ഇല്ല. സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് മിസ്സുമായിട്ട് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാത്രമേ. ആരെങ്കിലും വേറെ ആരെങ്കിലും അങ്ങനെയാണോ? എല്ലാ ക്ലാസ്സിലും ആക്റ്റീവ് ആണ്, ഓക്കെയാണ്, കംഫർട്ടബിൾ ആണ്. യെസ്, വെരി ഗുഡ്. കാരണം അത് മറ്റു ക്ലാസ്സിലൊക്കെ എല്ലാം മ്യൂട്ടഡ് ആണല്ലോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്ന ഓപ്ഷൻ വളരെ കുറവാണ്, റെയർ ആണ്. ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെയല്ലോ. എന്തെങ്കിലും ഹായ് സൗമ്യ, ക്യാമറ ഓൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴേ. ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് നന്നാക്കി നോക്കിയതാണല്ലേ അറിയാൻ. ആണോ? എല്ലാ ക്ലാസ്സിലും അത്യാവശ്യം ആക്റ്റീവ് ആണ് മിസ്സേ. യെസ്, അങ്ങനെ വേണം. ഓക്കെ. അപ്പൊ അഞ്ജന പോയോ? ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ പറയോ, ഇനി അങ്ങനെ മിസ് മറന്നുകൂടി പൊക്കോട്ടെ തന്നെ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചില്ല കേട്ടോ. അതുകൊണ്ട് പൊക്കോട്ടെ. അഞ്ജന പറയൂ, കേൾക്കട്ടെ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. ഗ്രാമർ മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാലും ഞാൻ പറയാം. അത് അക്സെപ്റ്റ് ചെയ്താൽ മതി. ഗ്രാമർ മിസ്റ്റേക്ക് എന്താ അക്സെപ്റ്റ് ചെയ്യും. Yesterday I wake up at 7 a.m. and I done my daily routine. And I had lunch and I had breakfast. Yesterday there will be an educational strike here, so my son didn't have the class. And yesterday was very busy day for me because my brother-in-law go back to Qatar, so I had to prepare some pickles for my husband, and I prepared that. And at evening we went to my brother home for gave the preparing things. And at night I am very tensed because there will be some fearing news, afraid news from the Qatar. My husband had worked in Qatar, so I was very tensed, but he's okay. And I had slept at 1:30 a.m. because I am very tensed and I don't know what to do, how to do. I was very afraid about the news, but he's safe. When I call him, he is okay. After that, I will be okay. I am okay, miss. Yeah, okay, Anjana. മിസ് ഇത് എഴുതുമ്പം കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് പറയുമ്പം എഴുതുമ്പോ നമുക്ക് എഴുതാൻ പറ്റും, കറക്റ്റ് ആയിട്ടൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ പറയുമ്പോ പേടിയാവും. എങ്ങനെ പറയണം, നമുക്ക് എവിടെ പറയണം, എങ്ങനെ പറയണം, അപ്പൊ സെന്റൻസ് ഒന്നും കിട്ടൂല. പക്ഷെ എഴുതുമ്പോ നമുക്കത് കിട്ടും. പക്ഷേ വചനം സംസാരിച്ചിട്ടോ, ക്ലാസ് കാണും കേട്ടോ. സംസാരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമായിരുന്നു മിസ്സേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ സെമിനാറിലും അതൊക്കെ നന്നായിട്ട് ഇത് ചെയ്യും. കുറെ നാളായിട്ട് ആ ടച്ച് എല്ലാം വിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ആയതുകൊണ്ട്
എല്ലാം വിട്ടുപോയി. ഇപ്പൊ സത്യം പറഞ്ഞ ചില ഇംഗ്ലീഷ് വേർഡ് പോലും കിട്ടത്തില്ല പെട്ടെന്ന്. ആലോചിക്കാൻ അയ്യോ അത് ഏതായിരുന്നു ആലോചിച്ചെടുക്കാനുള്ള ഒരു നമ്മളിപ്പോ അങ്ങനെ യൂസ്ഡ് ആയിട്ട് നിക്കുന്നില്ലല്ലോ വാക്കുകൾ. നമ്മൾ ആലോചിക്കുക അതിന് എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയായിരിക്കും, പക്ഷെ പെട്ടെന്ന് കിട്ടത്തില്ല. എടുക്കണം, പൊടി തട്ടി എടുക്കണം. പക്ഷെ അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ. കണ്ടിന്യൂ ചെയ്യാം, ഇതേപോലെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും സ്വയം ഇങ്ങനെ പറയാം, പറഞ്ഞ് നമുക്ക് പഠിക്കാം. കിട്ടാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്യാം, ആ വേർഡ് പഠിക്കാം. എന്നിട്ട് അത് പിന്നെയും നമ്മൾ പറയുന്ന ഇംഗ്ലീഷിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഒരിക്കലും ഒന്നും മറക്കില്ല. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വരാം. ഓക്കെ. ഞാൻ എന്റെ ഇംഗ്ലീഷ് മൊത്തം ഹസ്ബൻഡിന്റെ അടുത്ത, കാരണം സംസാരിക്കുമ്പോഴൊക്കെ മിക്ക സമയത്തും പൊട്ട ഇംഗ്ലീഷ് ആയിരിക്കും, എന്നാലും പറയും. അപ്പൊ എന്നോട് ചോദിക്കും നീ എന്ത് ഇപ്പൊ എന്നോട് ഇങ്ങനെ. അങ്ങനെയല്ല, സംസാരിച്ച് എനിക്ക് സംസാരിക്കണം വെച്ചിട്ട് ഇപ്പൊ ഹസ്ബൻഡിനോട് മിക്ക സംസാരിക്കുമ്പോഴും ഇംഗ്ലീഷിൽ തന്നെയാണ്. കൊറേയൊക്കെ മലയാളം ഉണ്ട്, മംഗ്ലീഷും ഉണ്ട്, എന്നാലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ടെക്സ്റ്റ് ആണോ? ഓ ടെക്സ്റ്റ് ചെയ്യാണോ, മെസ്സേജ് ആണോ? അല്ല, സംസാരിക്കുമ്പോഴ്. സംസാരിക്കുമ്പോ അത് വെച്ചാൽ ഭയങ്കര വലിയ സെന്റൻസ് ഒന്നും അല്ല, ചെറുതായിട്ടാണെങ്കിലും നമ്മൾ സംസാരിക്കാറുണ്ട്. അതിന് മോൻ സംസാരിക്കുമ്പോ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അതായത് എക്സാമ്പിൾ പറയുന്നത് ഹൗ ആർ യു നമ്മള് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. പക്ഷെ അതിന്റെ അഡ്വാൻസ്ഡ് ലെവൽ എങ്ങനെയാണ് നോക്കാം. മനസ്സിലായോ? അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ചോദിക്കാം, അത് സെർച്ച് ചെയ്തിട്ട് അത് പറയാൻ നോക്കാം, അത് സംസാരിക്കാൻ നോക്കാം. ഓക്കെ. പിന്നെ മാത്രമല്ല ഞങ്ങൾ സംസാരിക്കുമ്പോൾ മോനും ഉണ്ടെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്. കാര്യം മോൻ മനസ്സിലാക്കി എടുക്കരുതല്ലോ. അപ്പൊ മോൻ ഭയങ്കര ചിരിയാണ്, അച്ഛാതാ അമ്മ ഇംഗ്ലീഷ് തുടങ്ങി. കാര്യം അവനത് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറങ്ങി. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡും തിരിച്ച് അങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പൊ അവനത് തമാശയാണ് നമ്മൾ സംസാരിക്കുമ്പോ. സംഭവം നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലാവും പറയുന്നത്. ചിലപ്പോ ഹിന്ദിയും പറയാറുണ്ട്, ചിലർ ഹിന്ദിയും കേറ്റാറുണ്ട്. ശരിയാ, പൊതുവെ എല്ലാരും ചെയ്യുന്ന കാര്യ. അവര് നമ്മൾ മലയാക്കി പറയുകയും ചെയ്യും തന്നെ തിരിച്ച്. ഓക്കെ. ഓക്കെ അഞ്ജന. Then Anju. Yes, ma'am. Yeah, now your turn. Okay. Yesterday I woke up early in the morning. After breakfast, I attended online class at 10:30 a.m. to 12:30 p.m. Later, I went to shop for buying some groceries. And at the afternoon, I spent some time on reading book. In the evening, I watched TV with my family. Then at the intermittent time, my husband will call on the phone and spend time with him. And finally, I had dinner and went to bed. Yeah, the simple day. Yeah. Prepare ചെയ്താണോ? നോട്ട് എഴുതിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെറുതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത്. എന്താ ചെയ്തതെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോ അങ്ങനെ പറയാൻ കിട്ടില്ലല്ലോ. പക്ഷെ ഞാനങ്ങനെ ചോദിക്കുകയെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ സമയം തരില്ല ഞാൻ. ഓക്കെ. കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അടുത്താണ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് ഇനി ആ പണിയില്ലാണ്ട് നിർത്തി. ഓക്കെ. ഇനി ഓക്കെ റസിയ പറയൂ. അറിയാവുന്ന രീതിയിൽ പറയാം. Okay, so yesterday was a very beautiful day to me. I really enjoyed it. And usually too many incidents makes me to cry, but I'm not crying. But it's okay. Every day isn't a good day, isn't Miss? Yes, every day is not a good day. Yeah, yes or no? Yes. Miss എന്താ ഒന്നും പറയാത്തില്ല. Miss കേട്ടോണ്ടിരിക്കുക. Okay. Yesterday I wake up at 7 a.m. So then I got to washroom, then I clean the bed and wake up and get ready for a breakfast. I had a very great, beautiful breakfast. My mom has made chicken curry with appam for me, and I ate it. I met my friends
on the Instagram. Then we discuss about our first trip. I have 3 friends, and the 3 are girls. I had 3 girlfriends. Then we discuss about our first trip. Then at last I go to present it to my parents about our trip. They shouted at me a lot. That's why the day become very worse to me. They'll tell me, "Vidilla Rasya ninne vidilla." They didn't allow to go with them. So that's why the day become very worse to me. What I do? Nothing I can't do. So then usually in the evening we had a tea with cupcake and എന്താ പറയാ, then the day become 8 then the day becomes at evening and afternoon കഴിഞ്ഞു. അത് പറഞ്ഞല്ലോ മിസ്സേ, ഈവനിങ് ആയി, ഇപ്പോ 8 മണിയായി. Then we ate dinner, go to bed, then sleep well. The day is closed here. ഇതാണ് അപ്പൊ റീസൺ. റീസൺ ഇതായിരുന്നു. ഇന്നലെ വഴക്ക് കിട്ടി, കൊറേ വഴക്ക് കിട്ടി. They taught me, വിടില്ല റസ്യ, വിടില്ല, നിന്നെ വിടില്ല, വീട്ടിലിരുന്നോ. Then I accepted. റസിയ മാരീഡ് ആണോ? No, I'm not married. I am single, blooming, 22. 22. Yeah. Okay. Do you feel like that? Didn't you feel like that? പക്ഷേ ക്ലാസ്സിൽ പൊതുവെ അറിയില്ല കേട്ടോ, ഞങ്ങൾക്ക് പൊതുവെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ അതില് ഇങ്ങനെ എബോവ് 25 അത്രയും ഏജുള്ള ആരെയും ഞാൻ മീറ്റ് ചെയ്തിട്ടില്ല. Oh my God. I'm straight blooming on 22. ഓക്കെ. പക്ഷെ വേറൊരു ബാച്ചിലൊരു കുട്ടിയുണ്ട്, +2 കഴിഞ്ഞിട്ട് 20 or 21. Yeah. അപ്പോഴും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച എന്തോടെ ഞാൻ കേട്ടെ, മറ്റെല്ലാവരും മാരീഡ് ആണ്, എല്ലാവരും ഹൗസ് വൈഫ് ആണ്. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ ഓക്കെ, പറയുമ്പോ ഒരു കൊച്ചാണ് അല്ലേ? Yes, കൊച്ചാണ്. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ടാണ് അപ്പൊ വീട്ടിൽ നിന്ന് വിടാതെ, മനസ്സിലായില്ലേ? ഞാൻ ഒരു നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ഐം നോട്ട് ഹിയർ, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 2nd year ആയിട്ടുണ്ട്. ഞാൻ സൗദിയിലാണ്. അപ്പോ വന്നപ്പോഴത്തേക്കും കുറച്ച് ബ്രേക്ക് കിട്ടിയപ്പോഴത്തേക്കും എന്റെ ഉള്ളില് എനിക്ക് ഇങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റും അടുക്കി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ പോയി ഓരോന്ന് പഠിക്കും, അതെടുത്ത് സർട്ടിഫിക്കറ്റ് ആക്കി വെക്കും. അപ്പൊ നമ്മളൊരു പ്രായം എത്തുമ്പോഴത്തേക്കും എന്റെ ഒരു തോട്ടില് നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും, അമ്മ എത്ര വരെ പഠിച്ചു എന്ന് പറയുമ്പോ എനിക്കിതൊക്കെ കാണിച്ചു കൊടുക്കാലോ. ഉമ്മി എത്ര വരെ പഠിച്ചു എന്ന് പറയുമ്പോ ഉമ്മി ഗ്രാജുവേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാലോ. അതൊക്കെ കൊണ്ട് ഞാൻ എല്ലാ കോഴ്സും ഇങ്ങനെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ എടുത്ത് അതും പഠിച്ചു. ആ ഒരു ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോ ദാറ്റ്സ് വൈ ഞാൻ കോഴ്സിൽ കെയർ ചെയ്തും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. എസ്പെഷ്യലി മിസ്, അപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഗ്രാമാറ്റിക്കലി ഞാൻ പറയുന്ന റോങ് ആണെങ്കിൽ ഞാൻ സംസാരിക്കും. കാരണം ഫ്രണ്ട്സ് ഒക്കെ ലാംഗ്വേജ് ആയതുകൊണ്ട്, ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവരോട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ ഫ്ലുവൻസിലും സംസാരിക്കും. പക്ഷെ നമ്മളൊരു കാര്യമൊക്കെ കറക്റ്റ് ചെയ്തൊരു ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ അതിന് വളരെ ഒരു പെർഫെക്ഷൻ തോന്നിക്കണം എന്നുള്ള ഇതൊക്കെ ആയപ്പം മിസ്സിന്റെ കൂടെ വന്നു. മിസ് നല്ല രീതിയിൽ ഗ്രാമർ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എഴുതണമെങ്കിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു ഇതാണ് ലെവലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് സത്യത്തിൽ ഞാൻ മിസ്സിനോട് പറഞ്ഞല്ലോ, നമ്മള് ഗ്രാമർ കറക്റ്റ് നോക്കിയിട്ടായിരിക്കത്തില്ല സംസാരിക്കുന്നത്. നമ്മൾ അവന് മനസ്സിലാവുന്നുണ്ടോ, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, അത് കേൾക്കുന്ന ആൾക്ക് അത് തെറ്റായിട്ട് തോന്നുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീല് വരുമ്പോ ഓക്കെ, നമ്മൾ കറക്റ്റ് ആവും. അതേ ഉള്ളൂ. ഇപ്പൊ മിസ്സിനെ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ മാരീഡ് ആണെന്ന് വിചാരിച്ചില്ലേ? ഇല്ല, വീട്ടിൽ നിന്ന് പുറത്തിറക്കത്തില്ല. അതുകൊണ്ട് വാപ്പി ഉമ്മിയൊക്കെ സെറ്റിൽഡ് ആണ്. ഉമ്മി നേഴ്സാണ്. അപ്പൊ പുള്ളി വർക്ക് ചെയ്യുന്നത് അൽഷിഫയിലാണ്, സൗദിയിലാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ അക്കാഡമി തന്നെയാണ് എന്നെ പഠിപ്പിക്കുന്നതും. അപ്പൊ അങ്ങനെയൊക്കെ. സൗദിയിലാണ്. നാട്ടില് ഞാൻ കൊല്ലത്ത്. മിസ് എവിടെയാണ് സ്ഥലം വരുന്നേ? കൊല്ലത്ത് എവിടെ? കൊല്ലം പോളയത്തോട്. പോളയത്തോട്. അഞ്ജന എവിടാ? ഞാൻ പരവൂര്.
ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയൂ. പൊതുവെ എനിക്ക് ആരെയും അങ്ങനെ അറിയില്ല. മിസ് ആയതുകൊണ്ട് ഡീപ്പായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു. മിസ്സായിട്ട് അത്ര ക്ലോസ് ആയി. അപ്പോ ഐ ഡോണ്ട് ഹാവ് എനി ബൗണ്ടറി മിസ്സുമായിട്ട്. അപ്പോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞു. പിന്നെ ഇത് സ്റ്റുഡൻസ് കുറവാണല്ലോ, ആരും ഇല്ലല്ലോ. അത് ഓക്കെ ഓക്കെ. പബ്ലിക് അല്ലല്ലോ, പ്രൈവറ്റ് അല്ലേ, ആരെങ്കിലും. ഓക്കെ അപ്പോ ഞാൻ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല കേട്ടോ, മോണ്ടിസോറി എടുക്കുന്നുണ്ട്. മോണ്ടിസോറിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിനേക്കാൾ കൂടുതൽ ഇന്ററാക്ഷൻ ആണ്. നമ്മൾ ഇന്ററാക്ട് ചെയ്താണ് ക്ലാസ് എടുക്കുക, ടീച്ചേഴ്സ് ആണ്, മനസ്സിലായത്. അപ്പൊ ആ രീതിയിലാണ് ക്ലാസ് എടുക്കുക. അപ്പൊ കുറച്ചുകൂടെ അവരായിട്ട് നമ്മൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിരിക്കും. ചിലപ്പോ എല്ലാ കാര്യങ്ങളും അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റാച്ച്മെന്റ് കൂടുതലും മോണ്ടിസോറി ആയിട്ടാണ്. നമ്മൾ എച്ചിയിൽ അങ്ങനെ പൊതുവെ പറയാറില്ല, അങ്ങനെ ഒരു സ്പേസ് നമുക്ക് കിട്ടാറില്ല. കാരണം മിസ് ഇനി അങ്ങനെ പറയരുത്, കൂടുതലും അങ്ങനെ പറയരുത്. എനിക്ക് അസൂയ വരും. മിസ് അങ്ങനെ പറയരുത്. ഇനി റസിയായിട്ട് ഭയങ്കര കമ്പനിയാന്ന് പറയും. റസിയ അല്ല, ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റുഡൻസ് അല്ല, അഞ്ജലി ആവട്ടെ, സൗമ്യ ആവട്ടെ, ശ്രീലക്ഷ്മി ചേച്ചി ആവട്ടെ, ഐ തിങ്ക് ദേ ആർ എൽഡർ ടു മീ. അവരെന്നെ കാട്ടി മൂത്തതാണെന്ന് തോന്നുന്നു. സോ സോറി ഫോർ നിങ്ങളുടെ പേരിൽ വെച്ച് പ്രൊനൗൺസ് ചെയ്യുന്നത് ചേച്ചിന്നൊന്നും അങ്ങനെ വിളിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ എവിടെ ആയാലും നമ്മൾ അവരെ നെയിമിങ് നൗണിലൂടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർ നോട്ട് ചേച്ചി, ചേട്ടാ, അങ്ങനെ ഒരു വിളിയില്ല. അപ്പൊ നമ്മൾ ശീലിച്ചത് കാരണം നമ്മൾ അവരുടെ അടുത്ത് ഇപ്പൊ 40 വയസ്സായാലും നമ്മൾ പോയി പറയും ലീല. അപ്പൊ ലീല ചേച്ചി എന്ന നാട്ടിൽ വരുമ്പോ ലീല ചേച്ചി എന്ന് വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഐ എം വെരി സോറി ഫോർ അഞ്ജന എന്നൊക്കെ പറഞ്ഞു, സൗമ്യ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുറച്ചൊരു കണക്റ്റഡ് ആയി കുറച്ച് ചില ബാച്ചുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പാസ് ഔട്ട് ആയി പോയി കുറച്ച് ബാച്ച് ഉണ്ട്. ഇപ്പോ പറയുകയാണെങ്കിൽ ഈ ബാച്ചാണ്. അങ്ങനെ സംസാരിക്കുന്ന ബാച്ച് വളരെ കുറവാണ്, അത് വെച്ചേ. പക്ഷെ നിങ്ങൾ കൊള്ളാം കേട്ടോ, നിങ്ങളെ ഞാൻ സംസാരിപ്പിച്ചെടുത്തതാണ്. ഓക്കെ, റസി ഓക്കെ ആണ്, റസി ആദ്യം മുതലേ സംസാരിക്കുന്നതാണ്. പക്ഷെ കുറച്ചു പേര് അധികം സംസാരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ആക്റ്റീവ് ആണ് അല്ലെ, ലൈക്ക് ഒരു ഫാമിലി പോലെയാണ്. പിന്നെ ശരിയാണോ? ശരിയല്ലേ? അത് ശരിയാണ്. നിങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ അങ്ങനെയാണ് വരാം. അപ്പോ പിന്നെ എന്താ പറയാ, അങ്ങനെ ആരാ സംസാരിക്കാനുള്ളേ? ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി പോയി. നാളെ പോയി. ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, റേഞ്ചോ അങ്ങനെ ആയിരിക്കും, അറിയില്ല. ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ മിസ്സേ, ശ്രേയ എന്ന് പറഞ്ഞൊരു സ്റ്റുഡന്റ്, ഇപ്പൊ കാണാനില്ല. ശ്രേയ നന്നായിട്ട് റസിയെ പോലെ സംസാരിക്കുന്നു, ഇപ്പൊ ശ്രേയ കാണാനില്ല. ശ്രേയ വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും. പൊതുവെ ക്ലാസ്സിലൊന്നും ഉണ്ടാവാറില്ല. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് മാത്രമാണെന്ന്. ഇല്ല, ശ്രേയ ചേച്ചി വർക്കിംഗ് ആണ്, കുറച്ചധികം ബിസി ആണ്. സോ ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇടാറുണ്ട്. സോ വി ആർ ഫ്രണ്ട്സ്. അപ്പോ ശ്രേയ ഇസ് വെരി ബിസി റൈറ്റ് നൗ. മറ്റേ ക്ലാസ്സിലായാലും ഇതിനകത്ത് ശ്രീലക്ഷ്മി, അഞ്ജു, അങ്ങനെ കുറച്ചുപേരെ പേര് മാത്രമേ കാണാറുള്ളൂ. ആൽവിൻ, അതൊക്കെയാണ് സ്ഥിരം ക്ലാസ്സിൽ കാണുന്നവരുടെ പേര്. കുറെ നാളായി ശ്രേയ കണ്ടിട്ട്. ഇല്ല, ഞാൻ എക്സാമിന് ഇത്രയും പേര് 200 സംതിങ് വരാണ്ട് എക്സാമിനുണ്ട്. പക്ഷെ ക്ലാസ്സിൽ ഇത്രയും പേര് കാണത്തില്ല. എക്സാമിന് രജിസ്റ്റർ നമ്പർ ഇട്ടപ്പോഴാണ് ഇത്രയും പേര് നമ്മളെ ക്ലാസ്സിൽ ഉണ്ടാന്ന് അറിയുന്നത്. അതില് 200 സംതിങ് പേരാണ്ടേ ഉണ്ട്. പക്ഷെ ക്ലാസ്സിൽ അത്രയും കാണത്തില്ല. ഓൺലൈൻ ക്ലാസ്സിൽ അത്രയും പേരെ കാണാറേ ഇല്ല. ഈ മോക്ക് ടെസ്റ്റ് നടത്തുന്നതിലും ഈ നമ്മൾ ആൻസർ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതിനകത്ത് ഒരുപാട് കുറവാണ് നമ്പർ. അപ്പൊ പക്ഷെ എക്സാമിനാണ് ഇത്രയും പേര് ഉണ്ടെന്ന് അറിഞ്ഞത്. ശരിയാ, ഇംഗ്ലീഷ് ക്ലാസ് ഒന്നും ആരും റെക്കോർഡ് ക്ലാസ് പോലും കാണില്ല. ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ ക്ലാസ് ആയാലും പറയും എല്ലാം ബോറിംഗ് ആണ്. കാരണം ഇന്നത്തെ ക്ലാസ് എടുക്കാണെങ്കിൽ എല്ലാവരും എന്നെ ചീത്ത പറയും, മിസ് വന്നിട്ട് ക്ലാസ് പോലും എടുക്കുന്നില്ല, സംസാരിക്കുകയാണെന്ന് പറയും. ഓക്കെ, പക്ഷെ ഇത് സംസാരിക്കുന്നല്ല കേട്ടോ, കുറച്ചൊക്കെ മാറണ്ടേ അല്ലെ? ഫുൾ ടൈം പഠിച്ചാൽ മാത്രം മതിയോ? ഇംഗ്ലീഷ് ആണ് എന്നൊക്കെ ഇത്രയെങ്കിലും നിങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് അതിന് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പൊതുവെ ആയിരുന്നില്ല. മിസ്സേ, ഇനി നമുക്ക് എന്തെങ്കിലും ടോപ്പിക് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഡിസ്കഷൻ എന്തെങ്കിലും? ഇല്ല, സംസാരിക്കല്ലേ? അപ്പം ഞാൻ പോകട്ടെ. ലീവ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കുറെ നേരമായി എന്നെ സഹിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഞാൻ വിളിച്ച കുറച്ചുപേരൊക്കെ പോകുമല്ലോ, പക്ഷെ
ഒക്കെ പിടിച്ചിരുന്നല്ലോ. മിസ്സുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബട്ട് എനിക്ക് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഇതാക്കുന്നത്. അല്ലാണ്ട് മിസ്സിനെ സഹിക്കുക അങ്ങനെയൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. മിസ്സുമായിട്ട് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മിസ് ഏതാണെന്ന് ചോദിച്ചാൽ മിസ്സിന്റെ അശ്വതി മിസ്സിന്റെ പേരെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യുന്നത് കുറച്ചധികം എന്റെ പേഴ്സണലി കുറച്ച് സ്കെഡ്യൂൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ അടുത്ത ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അടുത്തിനെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഡ്രൈവിംഗ് ഉണ്ട്. അത് കിട്ടി, ലൈസൻസ് കിട്ടി. അതൊക്കെ നമ്മൾ എടുത്തു. ഇപ്പൊ നാട്ടിലാണോ അതോ സൗദി? ഇപ്പൊ ഞാൻ നാട്ടിലാണ്. ഇപ്പൊ നമുക്ക് ലീവാണ്, ദുൽഹജ്ജിന്റെ ലീവ്. ഹജ്ജ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് 2 months ലീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കേറിയാ മതി. സൗമ്യ പറയൂ, എന്താ പറയാമെന്നല്ലോ. ഹായ് സൗമ്യ. മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്യൂ. Thank you, Miss. പറയൂ. ജസ്റ്റ് താങ്ക് യു മാത്രമേ ഉള്ളോ? ക്ലാസ് കഴിഞ്ഞില്ല മിസ്സേ. എന്താ പറയാ പറഞ്ഞേ? ക്ലാസ് കഴിഞ്ഞോണ്ട് താങ്ക് യു. ഓക്കെ, ആ താങ്ക് യു ആയിരുന്നല്ലേ. വെരി ഗുഡ്. അപ്പൊ പറഞ്ഞോടാ കിട്ടുക താങ്ക് യു ആയിരുന്നു. ഓക്കെ, പക്ഷെ 2 മണിക്കൂർ ക്ലാസ് നിങ്ങൾ ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എങ്ങനെ എടുക്കും 2 മണിക്കൂർ എന്ന് ആലോചിച്ചു. പക്ഷെ സമയം പോയത് അറിഞ്ഞില്ല. അത്യാവശ്യം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, പഠിച്ചു അല്ലെ. ഇംഗ്ലീഷ് സംസാരിച്ചു, ഒരുപാട് ഉണ്ടായി. സൗമ്യ ഒന്നും പറഞ്ഞില്ല ഇംഗ്ലീഷില്. അതേ എന്ന് പറഞ്ഞ സൗമ്യ ഒന്നും പറഞ്ഞില്ല. അധികം സംസാരിക്കാൻ പറഞ്ഞോളൂ, എന്തെങ്കിലും പറയും. ഇന്നത്തെ ദിവസമോ എന്റെ ക്ലാസ്സിനെ കുറിച്ചോ എന്ത് വേണമെങ്കിലും, ഇന്നത്തെ ദിവസത്തെ കുറിച്ചോ എനിത്തിങ്. പറയൂ, പറഞ്ഞോളൂ. പറയുന്നുണ്ടോ സൗമ്യ? പറയുന്നുണ്ടോ? ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഇംഗ്ലീഷ് പറയാൻ പറ്റോ? Yesterday woke up early in the morning. Later going to church and pray and come back in children's and going to school. Okay. I am a housewife and I am 5 children and going to school and PTA meeting attend and okay ma'am, അത്രേ ഉള്ളൂ. ഞാൻ പ്രിപ്പയർ അല്ല. ടെൻഷൻ ആണ്. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, കൂളായിട്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഇംഗ്ലീഷ് എന്തൊക്കെ സംസാരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. കുറച്ചുകൂടി യൂസ്ഡ് ആകാം ഇംഗ്ലീഷ് ആയിട്ട്, ഒന്ന് ഫെമിലിയർ ആകാം. നമുക്ക് ക്ലിയർ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പോ കോസേറ്റീവ് വെർബ് അങ്ങനെ ഓരോന്നൊക്കെ ഇല്ലേ, അതിനെ കുറിച്ചൊക്കെ മിസ് ക്ലാസ് എടുക്കുന്നുണ്ട് ഇനി. ഏത് ക്ലാസ്സാണ്? കോസേറ്റീവ്. കോസേറ്റീവ് വെർബുകള് അതിന്റെ റെഗുലർ അതൊക്കെയാണോ ഉദ്ദേശിച്ചത്? കോസേറ്റീവ്. കോസേറ്റീവോ? കോസേറ്റീവ് അപ്പൊ എന്താ പറയൂ. ഇപ്പം ഐ ഹാഡ് ക്ലീൻ ദ റൂം, ഐ ഹാഡ് ദ റൂം ക്ലീൻഡ്.
I had him clean the room. A. Action. So അതായത് ഈ മൊഡാൽ വെർബ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, മൊഡാൽ വെർബ് ആണ്. എടുക്കാം കേട്ടോ, എടുക്കുന്നുണ്ട്. Okay. ഓക്കെ, ടൈം ആവട്ടെ, കുറച്ചുകൂടെ നമ്മൾ പോകാനുണ്ട്. Okay, so let's wind up today's class. Okay, so thank you all. See you on the next class. Okay, Thank bye. you, Miss. Okay.